ഇത് വർമാജി, എൻ്റെ വർമാജി. ശരിക്കു പറഞ്ഞാൽ വീടുകളിൽ നിന്ന് പോലും മാറി നിന്നേക്കാമായിരുന്ന ഈശ്വരനാമജപത്തിന്റെ പ്രചാരകൻ. ഉത്സവപ്പറമ്പുകളിൽ ഭജന എന്ന പരിപാടിക്ക് ക്ഷേത്ര ഭാരവാഹികൾ പോലും കേൾക്കാൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും ദൂരെ 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 ദേശങ്ങളിൽ നിന്നുപോലും ഇന്ന് ഉത്സവപ്പറമ്പുകളിലേക്ക് ഭജന കേൾക്കുവാൻ ആസ്വാദകർ എത്തുന്നുവെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ. അതാണ് വർമാജി. ഇന്ന് ഒരുപാട് ഭജന സംഘങ്ങൾക്ക് തുടക്കമേകുവാൻ പ്രേരണയേകിയ വലിയ മനുഷ്യനാണ് വർമാജി. ഭക്തിരസത്തിന്റെ ലഹരിക്കായി വഴിയൊരുക്കിയ നാമഘോഷ പ്രജാപതി. എന്നും എന്നും എല്ലാവരിലും എളിയവനായി ഏറ്റുചൊല്ലുന്ന എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് വർമാജി. വർമാജിയുടെ ഭക്തിരസം അനുഭവിച്ചറിയാത്തതായി ആരാണ് കാര്യത്തിൽ വർമാജിയും പൂന്താനം തിരുമേനിയെപ്പോലെ തുടക്കം മുതൽ തീരും വരെ അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ദേവകിക്ക് കണ്ണനുണ്ണിയായും കണ്ണു നിറയാതിരിക്കുവാൻ കോലക്കുഴലൂതുന്ന കണ്ണനായും അഞ്ജനമെഴുതിയ അമ്പാടിക്കണ്ണനായും നിറമോലും പീലി ചൂടിയ യദുകുലനാഥനായും യുദ്ധത്തിൽ തളരുന്ന പാർത്ഥസാരഥിക്കായി ചമ്മട്ടിക്കടിഞ്ഞാണേന്തി തേർത്തട്ടിലിരിക്കുന്ന കൂട്ടുകാരനായും കാട്ടിലന്നിമാല ചാർത്തിയ ഗോപാലകൃഷ്ണനായും ശകടാസുര ഗർഭങ്ങളെ അടക്കുന്നവനായും എങ്ങനെയാ പറയുക? വാക്കുകളിൽ തീരില്ല ആ ലഹരി. ഏഴായിരത്തിലധികം വേദികളിലൂടെ ഈശ്വരനെ ഭജിച്ചും ജപിച്ചും ഈശ്വരനാമം പാടിയും പാടിച്ചും ഒരു കൂട്ടം ജനതയെ കൂടെ കൂട്ടുന്ന മാനസജപലഹരിയുടെ അമരക്കാരൻ വർമാജി. താൻ ലോകത്തിൽ ഏറ്റവും ചെറിയവനെന്ന് പറയുമ്പോഴും ഞങ്ങൾ ആസ്വാദകരുടെയും ഭക്തജനങ്ങളുടെയും മനസ്സുകളിൽ ഏറ്റവും വലിയവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്കൾ. അതെ, അങ്ങു പാടിയ ഗാനങ്ങളും നാമങ്ങളും ഞങ്ങളും ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതേപോലെ സാധ്യമാവട്ടെ. എല്ലാം 33 കോടി ദേവഗണങ്ങളുടെയും അനുഗ്രഹം താങ്കൾക്കൊപ്പം എന്നും ഉണ്ടാകും. എല്ലാ പ്രാർത്ഥനകളോടുകൂടിയും എവിടെയും പറയുന്ന പോലെ പാടുക നാവേ, ആവോളം പാടുക നാരായണ എന്ന 4 അക്ഷരം. ഓം നമഃ ശിവായ. ശംഭോ മഹാദേവ ശംഭോ ശങ്കര സുന്ദരേ.